ഒപ്പം ഒരു വേദി പങ്കിടാൻ എത്തിയപ്പോഴാണ് കാവ്യ വേദിക്ക് മുന്നിൽ ഒന്ന് സംസാരിച്ച്. അതിനു മുമ്പേ ചൈനയിൽ നടന്ന ഒരു പരിപാടിയിൽ ചീഫ് ഗസ്റ്റ് ആയിരുന്നു കാവ്യ മാധവൻ. സിനിമയിലുള്ളതിനേക്കാൾ ഇപ്പോൾ ആക്റ്റീവാണ് കാവ്യ മാധവൻ. മുമ്പ് കോൺഫിഡൻസ് ഇല്ലായ്മ കാവ്യയെ ബാധിച്ചിരുന്നു എങ്കിൽ 40കാരിൽ ഒരുപാട് മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കാവ്യ മാധവൻ്റെ ഏറ്റവും പുത്തൻ വീഡിയോസ് ആണ്. ഇതിനൊക്കെയുള്ള മറുപടികൾ. ഇപ്പോഴിതാ പ്രേക്ഷകർ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യുന്നു. ഞാനും എൻ്റെ മോളും എന്ന കാവ്യയും ഒരു വാക്കാണ് നല്ലൊരു വിഷമം കൂടി ആരാധകർ ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ വേർതിരിവാണ് കാവ്യ കാട്ടിയത്. മീനാക്ഷി അപ്പാടെ പരിഗണിക്കുന്നില്ല എന്ന സംസാരവുമുണ്ടായി. എന്നാൽ തനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് കാവ്യ സംസാരിച്ചത്. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് എൻ്റെയും മോളുടെയും ആയിരിക്കും. ഞങ്ങൾ രണ്ടുകാകും ഒരു വലിയ കസ്റ്റമേഴ്സ് എന്നും കാവ്യ പറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ നിന്നും ചൈനയിൽ സ്ഥിരതാമസം ആക്കിയതിനെക്കുറിച്ചാണ് കാവ്യ സംസാരിച്ചത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ വേണം കൂടെ യാത്ര ചെയ്യാൻ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തത് കാരണം ചൈനയിൽ നിന്ന് കേരളത്തിലേക്കും ആകെ തിരിച്ച് ചൈനയിലേക്കുമൊക്കെ പോകേണ്ടി വരുന്ന ഒരുപാട് യാത്രകൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് വരേണ്ടി വരും. മറ്റ് ചിലപ്പോൾ മോളുടെ കൂടെയായിരിക്കും എന്നൊക്കെയാണ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതോടെയാണ് കാവ്യയുടെ വാക്കിനെക്കുറിച്ച് ചർച്ചകൾ കൂടുന്നത്. അതേസമയം ഞങ്ങൾ രണ്ടുപേരും എന്ന് കാവ്യ ദിവസം പറഞ്ഞപ്പോൾ ദിലീപ് അവരെ തിരുത്തിയതും അന്ന് പറഞ്ഞ വാക്ക് കാവ്യ പാലിക്കുന്നില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനപ്രിയ നായകൻ ഇപ്പോൾ എവിടെ പോയാലും കാവ്യയെ ചേർത്ത് പിടിക്കുന്നത് കാണാം. വേദിയിൽ നിന്ന് ഇറങ്ങുന്ന കാവ്യയെ ശ്രദ്ധയോടെ പിടിച്ചിറക്കുന്നതും ഭാര്യയെ തമാശ കഥകൾ കേട്ട് പൊട്ടിച്ചിരിപ്പിക്കുന്നതും ഒക്കെ ഇപ്പോൾ സൈബർ ഇടത്തിലെ സിനിമാ പ്രേമികളുടെ സംസാരമാണ്.